ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ചിലപ്പം നിങ്ങൾക്കിത് കിട്ടുന്നത് ചിലപ്പം 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ വൈകുന്നേരം ഒരു 5:30 ആ സമയത്ത് നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ആ സമയത്ത് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ശരിക്കും അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് കുറച്ച് സമയമായി അവിടെ തന്നെ പോസ്റ്റ് അടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ അമ്പലത്തിലെത്തി കേട്ടോ. അപ്പോൾ അമ്പലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവോന്നറിയില്ല, എന്നാലും നമ്മുടെ കണ്ണൂർക്കാർക്ക് പരിചിതമായ അമ്പലമാണ് നമ്മുടെ പെരളശ്ശേരി അമ്പലം. അപ്പോൾ ഞാൻ മാത്രമല്ല അമ്പലത്തിലേക്ക്, ഞാനുണ്ട്, ഏട്ടൻ, പിന്നെ 2 കുട്ടിപ്പട്ടാളവും, അതുപോലെ തന്നെ ഏച്ചീൻ്റെ 2 കുട്ടിപ്പട്ടാളങ്ങളും. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ. ഇത് ഏച്ചിയാണേ. അപ്പോൾ നമ്മൾ വൈകുന്നേരം പ്ലാൻ ചെയ്തതാണ് പോവാന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് തയ്യാറെടുത്ത് വന്നതാണ്. അപ്പോൾ നമ്മൾ വന്ന ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. തിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിരുന്നു. പിന്നെ മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ അയ്യപ്പന്മാർ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ചില ആൾക്കാർക്ക് മലക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുടെ കെട്ടുനിറയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ വഴിപാടുകൾ കഴിച്ച് അതിൻ്റെ പ്രസാദം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ചീട്ട് വാങ്ങാൻ അവിടെ ഏച്ചിയും കാശിയും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വഴിപാട് നമ്മുടെ സർപ്പബലി എന്ന് പറഞ്ഞൊരു വഴിപാടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എല്ലാവരുടെ പേരിലും നമ്മൾ ഒരു വഴിപാട് കഴിച്ചു, സർപ്പബലി. അതുപോലെ തന്നെ പെരളശ്ശേരി അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വഴിപാടുണ്ട്. അത് എല്ലാ അമ്പലത്തിലും ഉള്ള വഴിപാടല്ല. നമ്മുടെ ഒരു മുട്ട നൽകൽ എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാഗത്തിൻ്റെ എന്തെങ്കിലും ദോഷങ്ങളോ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു വഴിപാടാണ് കേട്ടോ. ശരിക്കും കുട്ടികളാവാത്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ ആ ഒരു വഴിപാടാണ് കഴിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ആ ഒരു വഴിപാട് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ ആ ഒരു നടയുടെ ഭാഗത്തൊന്നും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് കർശനമായിട്ട് എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ഭാഗമൊന്നും ഇതിൻ്റെ അകത്ത് എടുത്തിട്ടില്ല വീഡിയോ. കാരണം ആരുടെ കയ്യിലും മൊബൈൽ അങ്ങനെ ഇല്ല. പിന്നെ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ നടന്ന് പോകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് എടുത്തതായതുകൊണ്ട് തന്നെ ഒരുമിച്ചുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ഫോട്ടോസും. അപ്പോൾ പിന്നെ വീഡിയോസ് അങ്ങനെ കൂടുതൽ എടുക്കാനുള്ള ഒരു സാഹചര്യം അല്ലല്ലോ. നമ്മൾ അമ്പലത്തിലാവുമ്പോൾ അതിൻ്റെതായ ഒരു കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി കീപ്പ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാവരും നമ്മൾ അവിടെ കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങി. അപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ നമ്മുടെ സർപ്പബലി പൂജേൻ്റെ പായസമാണ് കേട്ടോ അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പം നല്ല അടിപൊളി നമ്മുടെ ശർക്കരയൊക്കെ ഇട്ട പായസമാണ്. അപ്പോൾ അതും വാങ്ങി നമ്മൾ ഒന്ന് ഫുള്ള് കറങ്ങി. അപ്പോൾ നമ്മൾ എത്തുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിനി. ഒരു 6:30-7 മണി ആ ഒരു ടൈമിലേക്ക് ആയിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 6 മണി 5:45-6 മണി എന്ന് പറയുമ്പം തന്നെ നല്ലോണം ഇരുട്ട് ആവുന്ന സമയമാണല്ലോ. അതുകൊണ്ട് തന്നെ രാത്രി എടുത്തതുകൊണ്ട് തന്നെ കുറേ ക്ലാരിറ്റി കുറവുണ്ട്. ഇതൊരു ആൽമരമാണ് കേട്ടോ. അവിടുത്തെ ഒരു നല്ല വലിയൊരു ആൽമരമാണ് ഇത്. അയ്യപ്പൻ്റെ അമ്പലമാണ്. അപ്പോൾ അതിനോട് ചേർന്നിട്ട് തന്നെ അതിൻ്റെ പിറകു വശത്തായിട്ട് നമ്മുടെ സ്വാമി അയ്യപ്പൻ്റെ ഒരു ചെറിയൊരു കോവിൽ പോലെ ഒരമ്പലവും കൂടിയുണ്ട്. അപ്പോൾ അവിടെ അയ്യപ്പന്മാർ ഒരുപാടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നില്ല. ആ ഫ്രണ്ട് പോർഷനിൽ അവിടെ എഴുതിയിട്ടുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന്. അപ്പം കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ കണ്ണൂർക്കാരോട് പിന്നെ പറയേണ്ട കാര്യമില്ല. പെരളശ്ശേരി അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്. പക്ഷേ ഞാനൊരു കാസർഗോഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കാസർഗോഡ് നാട്ടുകാർക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് ഈ അമ്പലത്തിനെ കുറിച്ച് അറിയില്ല. നെയ്റോസ്റ്റ് ഉണ്ട്. അപ്പൊ അമ്പലത്തിൽ വന്നത് നെയ്റോസ്റ്റ് എന്നാടാ.
പിന്നെ പെരളശ്ശേരി അമ്പലത്തിനോട് ചേർന്ന് തന്നെ അതിൻ്റെ താഴത്തായി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും പറ്റുന്നവരെല്ലാം വന്നവർ ഇവിടെ ഒഴിവാക്കാണ്ട് പോകണം. കാരണം അത്രയും നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. നല്ല അടിപൊളി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അമ്പലം ഇപ്പം ഈ ഇടയ്ക്കാണ് ഒന്നും കൂടി പുതുക്കി നല്ല അതിൻ്റെ അടിപൊളിയാക്കി വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ആ അമ്പലത്തിലേക്കും കൂടി പോകുന്നത്. അപ്പോൾ അമ്പലത്തിനോട് ചേർന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ പോകുന്നതിൻ്റെ 2 ഫോർ ആദ്യമായിട്ട് കണ്ടു. ഞാൻ പോകാൻ അമ്പലത്തിനോട് ചേർന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ നല്ല അടിപൊളി നെയ് റോസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ഒരാൾ പറയുന്നത്. അതായത് എൻ്റെ കേശു പറയുക അച്ഛാ നെയ് റോസ്റ്റ് വാങ്ങി തരണം. അപ്പോൾ നമ്മൾ അധികം നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കയറി അവിടുത്തെ ആ ഒരു നെയ് റോസ്റ്റെല്ലാം കഴിച്ചാണ് പോകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു സ്ഥലം എത്തുമ്പോൾ മോന് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടാകുമ്പോഴാണ് ആൾ പറയുന്നത് അച്ഛാ നമുക്ക് നെയ് റോസ്റ്റ് കഴിക്കാമല്ലോ എന്ന്. അപ്പോൾ നമ്മളത് അമ്പലത്തിലേക്കും കയറി. അപ്പം ശരിക്കും അമ്പലത്തിൻ്റെ അകത്തുനിന്ന് ഈ അമ്പലത്തിലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം മേലെ അമ്പലത്തിൽ വന്ന എല്ലാവരും ഇവിടെയും കയറി പ്രാർത്ഥിച്ച് മാത്രമേ പിന്നെ പോകാറുള്ളൂ. അപ്പോൾ ഇവിടെ നല്ല ഫുൾ ലൈറ്റൊക്കെ ആയി നല്ല അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മുമ്പ് ഒരു ദിവസം വന്നിട്ടാകുമ്പം ഇത്രയും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഒരുപാട് പണികളൊക്കെ കഴിഞ്ഞ് നല്ല ഫുൾ ലൈറ്റൊക്കെ ഇട്ട് കാണാൻ തന്നെ നല്ല അടിപൊളി. നമ്മൾ കയറിയ സമയം നട തുറന്ന് ആ വെള്ളത്തൊക്കെ കണ്ടപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടി കേട്ടോ. അപ്പം നമ്മളിത് കൃഷ്ണൻ്റെ അമ്പലം ആയതുകൊണ്ട് അല്ല കൃഷ്ണൻ്റെ അമ്പലം അതായത് നമ്മുടെ വിഷ്ണുവിൻ്റെ അമ്പലം ആയതുകൊണ്ട് തന്നെ ഇതാ നിറയെ ഉരുളി നിറയെ മഞ്ചാടിയുണ്ട്. അപ്പം അത് നമ്മൾ 2 കൈ കൊണ്ടും വാരി എടുക്കണം എന്നാണ് പറയുന്നത് അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം 2 കൂടി കൈയിട്ട് വാരി കളിക്കുന്നുണ്ട്. താഴത്ത് പോയാൽ വാരി എടുത്താൽ ഇടണം എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ ഇറങ്ങി നമ്മുടെ ചന്തയിലേക്ക്. അപ്പോൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകൾ കുഞ്ഞല്ല ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെയുള്ള കടകളുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഏരിയ ഇതാണ്. അപ്പം 2 ആൾ ഏരിയ കൈയടക്കിയിട്ടുണ്ട്. ഏതാണ് എടുക്കാൻ തീരുമാനിച്ചത്? ഇതാ നീ എടുക്കുന്നത്? ഓ എൻ്റെ അപ്പോൾ കുഞ്ഞുവാക്ക് ഇതാ വേണ്ടത്. യേശു മോനേതാ വേണ്ടത്? അങ്ങോട്ടുണ്ട് കാശി വെള്ളം സ്വാഹയാക്കി. കൺഫ്യൂഷൻ. മോനെ അത് കളയല്ലേ. കയ്യുള്ള നോക്കിയാട്ടെ നല്ല രസമില്ലേ? അപ്പം കുട്ടികളെ കളിപ്പാട്ടങ്ങൾ മാത്രമല്ല ഒരുപാട് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു മൺപാത്രങ്ങൾ ഭരണികൾ. അപ്പോൾ ഇതൊന്നും പറയേണ്ട എല്ലാവരും കാണുന്ന സംഭവങ്ങളാണല്ലോ. അപ്പോൾ ഇതാ അച്ഛനും മക്കളും കൂടി ഏതാ എടുക്കേണ്ടത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിട്ട് പരന്നുന്നുണ്ട് നല്ലോണം. അപ്പോൾ ഏതൊരു ടോയ് എടുത്താലും അതിൻ്റെ അകത്ത് ഫിക്സ് ആവുന്നില്ല. മാറി മാറി പിന്നെയും കുറേ കടകളിൽ കയറി ഇറങ്ങി അവസാനം 2 സാധനങ്ങൾ എടുത്ത് നമ്മൾ പെട്ടെന്നല്ല അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് സമയം അവിടെ ഇവിടെയൊക്കെ കറങ്ങി പിന്നെ നോക്കുമ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ഒരു സ്നാക്സ് പോലെ ചായ കഴിക്കാൻ കയറാമെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല തിരക്ക്. അപ്പോൾ കുറേ ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നിട്ടില്ല. അപ്പം വേഗം ഇങ്ങ് വന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. താങ്ക് യു.